തിരുവനന്തപുരം വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതൻ കാപ്പ കേസിൽ പ്രതിയായി ജയിലിലാണ്, പ്രിവൻറ്റീവ് ഡീറ്റൻഷനാണ്. അപ്പോൾ ഇയാളൊരു കേസിൽ, ഒരു വധശ്രമ കേസിൽ ഉൾപ്പെട്ടിരുന്നു. അതിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ, മുൻകൂർ ജാമ്യം ഹൈക്കോടതി നിഷേധിച്ചു. അതേ തുടർന്നാണ് ആദ്യം ഇയാൾക്ക് കസ്റ്റഡി പോണ്ടായിട്ട് വന്നത്. അത് കഴിഞ്ഞു പിന്നെ ജാമ്യമൊക്കെ കിട്ടി. ആ കേസ് ജാമ്യം കിട്ടി. അപ്പോൾ എങ്ങനെ ജാമ്യം കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഇത്രയും കേസുകളുള്ള ഒരു പ്രതിക്ക് എളുപ്പമൊന്നും ജാമ്യം കൊടുക്കത്തില്ല. എന്തായാലും ശരി, ജാമ്യത്തിലാണ് ആ കേസുകളിലൊക്കെ. അപ്പോൾ ഇയാൾക്ക് എതിരെ പിന്നെ കാപ്പ ചുമത്തി. കാപ്പ ചുമത്തിയ പുതിയതായിട്ടൊന്നും അല്ല. ആദ്യമായിട്ട് കാപ്പ ചുമത്തുന്നത് 2023 പിന്നെ 2025 2025 ബെയില് അയാൾക്ക് കാപ്പ കേസിൽ ഗ്രാൻഡ് ചെയ്തു. ഒരു വലിയ സ്ട്രിക്റ്റ് കണ്ടീഷൻസിലാണ് ആ ബെയില് ഗ്രാൻഡ് ചെയ്തത്. അങ്ങനെ ബെയിൽ ഗ്രാൻഡ് ചെയ്ത് അങ്ങനെ അത് റിലീസായി കഴിഞ്ഞാണ് ഇയാൾ ഇലക്ഷനെ മത്സരിക്കുന്നതും ജയിക്കുന്നതും. അയാൾ യഥാർത്ഥത്തിൽ 2012 മുതൽ 2012 മുതൽ ഏതാണ്ട് 7 കേസുകൾ ഉൾപ്പെട്ട് അയാൾക്ക് 8 വർഷത്തിനകത്ത് 7 കേസുകൾ ഉൾപ്പെട്ട് അയാൾ റൗഡി ലിസ്റ്റിലുള്ള ആളാണ് പോലീസ് സ്റ്റേഷനിലെ. 2026 കേസ് എന്ന് പറയുന്ന ഒരു CPM വർക്കറെ ഒരു ഉത്സവത്തിന് അടിച്ചു, ഉപദ്രവിച്ചു എന്നുള്ളതാണ്. അസാൾട്ടാണ് ആ കേസ്. ഇനി ഇയാളുടെ ചരിത്രം നമുക്ക് നോക്കിയാൽ കഴിഞ്ഞാൽ ഇയാൾ ഇപ്പോൾ കൗൺസിലറായിട്ട് ജയിച്ചു, സത്യപ്രതിജ്ഞയൊക്കെ ചെയ്തു. അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തപ്പം BJPയുടെ ഒരു 20 കൗൺസിലർമാർ ഏതാണ്ടൊക്കെ പറഞ്ഞ് ഭാരതാംബയുടെ പേര് കുറേ പേര്, അതൊന്നും ഭരണഘടനാനുസൃതമല്ല. ഒന്നുകിൽ ദൈവനാമം അല്ലെങ്കിൽ സ്ട്രിക്റ്റായിട്ട്, അതായത് ഈ ദൃഢപ്രതിജ്ഞ, ഇത് രണ്ടുമേ പറ്റുള്ളൂ. അല്ലാതെ ഈ ഭാരതാംബ എന്ന് പറയുന്ന പേരിലോ ബലിദാനോ അതുപോലൊക്കെയുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ഓരോ പേരും ഒക്കെ ഇട്ട് ദൈവത്തിൻ്റെ മറ്റ് പല പേരുകളും ഒക്കെ അങ്ങ് തുടങ്ങി, അതായത് മറ്റ് ദൈവത്തിൻ്റെ ആളുകളായിട്ടുള്ള പല രൂപങ്ങളുടെയും പേരും ഒക്കെ പറഞ്ഞൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തു. അത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഹൈക്കോടതി അതിനെ നള്ളിഫൈ ചെയ്തു. അതുകൊണ്ടാണ് രണ്ടാമത് പ്രതിജ്ഞ വേണ്ടി വന്നത്. അപ്പോൾ ഈ സത്യപ്രതിജ്ഞ പിന്നെ രണ്ടാമത് ചെയ്യണമെങ്കിലോ ഇയാൾ ആളിനെ കിട്ടണ്ടേ? അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ ജാമ്യം വേണം കാപ്പായിൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. അതെല്ലാ കോടതികളും തള്ളി. അവസാനം നിവർത്തിയില്ല, ജാമ്യം വെളിയിൽ വെച്ച് ഒക്കത്തില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഹൈക്കോടതിയെ സമീപിച്ചു. ഈ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി ഇയാൾക്ക് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കി കൊടുക്കണം എന്നായി. അങ്ങനെ ഇരുന്നപ്പോൾ ഹൈക്കോടതിയുടെ ഒരു ഓർഡർ വന്നു. അത് ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരു ഉത്തരവാണ്. അതായത് അത് ഈ കാപ്പ കേസിലെ പ്രതിക്ക് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കാറില്ല സാധാരണ. ഇയാൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ് എന്നുള്ളതിനെ കുറിച്ചൊന്ന് ആലോചിച്ചാൽ മതി. ഇയാൾ കാപ്പ കേസിൽ 6 മാസം അകത്ത് കിടന്നേ പറ്റൂ. അതിനി എന്ത് ചെയ്താലും ശരി, വേറെ മാർഗമൊന്നുമില്ല. കാരണം കാപ്പായിലെ ഡീറ്റൻഷൻ അതിൻ്റെ അതോറിറ്റി അത് അവിടെ തർക്കിച്ചു, അവർ തള്ളി. അത് കഴിഞ്ഞതിന് ശേഷം ഹൈക്കോടതി പോയി, ഹൈക്കോടതിയും തള്ളി. അങ്ങനെ വേറെ മാർഗമൊന്നുമില്ല, കാപ്പ കേസിലകത്ത് ഉൾപ്പെട്ട് കിടക്കുകയാണ്. ഇയാൾ ചില്ലറക്കാരനൊന്നുമല്ല കേട്ടോ, നല്ല മിടുക്കനാണ്. ഒരു കൗൺസിലറാണെന്ന് നമ്മൾ ആലോചിക്കണം. ഇയാളെ ആ കൗൺസിലറായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്തല്ലോ എന്നുള്ളത് ചിന്തിച്ചാൽ മതി. അതായത് അയാൾക്ക് 12 ക്രിമിനൽ കേസുകളുണ്ട്. അതിൽ 11 കേസ് ഈ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ, വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനും ഒരു കേസ് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലുമാണ്. ഇതിനകത്ത് 6 കേസുകളുണ്ടല്ലോ, അത് വധശ്രമമാണ്. 6ഉം 307 ഒക്കെയാണ്. എല്ലാം 6 കേസുകളാണ്, 1, 2 അല്ല. ഈ 6 കേസ് അത് ഉറപ്പായിട്ട് കാപ്പായിൽ അയാൾ ബുക്ക് ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ്, അല്ലാതെ രാഷ്ട്രീയമൊന്നും കളിയെന്നൊന്നും പറയാൻ ഒക്കത്തില്ല. പിന്നെ ഇത് കൂടാതെ 6 കേസ് അത്. പിന്നെ ഒരു കേസ് ഈ പ്രശാന്ത് എന്ന് പറയുന്ന ഒരാൾ വെള്ളക്കടവ് ജംഗ്ഷനിലെ വട്ടിയൂർക്കാവിലുള്ള അയാളെ ഉപദ്രവിച്ചാലാണ്, അയാളെ അടിച്ചു, അതിനാണ്. പിന്നെ ഒരു കേസ് ഈ കാപ്പ അയക്കകത്ത് ഇയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് ചെന്ന പോലീസിനെ ഉപദ്രവിച്ചു എന്നുള്ളതിനാണ്. പിന്നെ അത് കൂടാതെ ഈ 6 കേസ്, അങ്ങനെ ഈ പറഞ്ഞ 2 കേസുകൾ വേറെ, അങ്ങനെ 68. ഈ ബാക്കി 12 കേസ്, 4 കേസുകൾ എന്ന് പറയുന്നതിനകത്തൊക്കെ അതായത് ഭീഷണിപ്പെടുത്തൽ,
ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ, അതേപോലെ റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ്, അതായത് അന്യായമായിട്ട് തടഞ്ഞു വെക്കൽ, വീട് കയറിയുള്ള അക്രമം, ഹൗസ് ട്രസ്പാസ്, വീട്ടിൽ അതിക്രമിച്ച് കയറുക തുടങ്ങി, കിഡ്നാപ്പിംഗ്, അതുപോലെ ക്രിമിനൽ കോൺസ്പിറസി, ഗൂഢാലോചന, പിന്നെ ഗുരുതരമായ, അതായത് അപകടകരമായ ആയുധം കൊണ്ട് ഗുരുതരമായി ഏൽപ്പിക്കൽ, അപ്പോൾ 326 ഒക്കെ വരുന്ന ഇതൊക്കെ ഉണ്ടായുടെ പേരിൽ. അപ്പോൾ ഇത്രയും കുറ്റകൃത്യങ്ങളിൽ പ്രതിയായിട്ടുള്ള ഒരുത്തനെ വേറെ ആരെയും കിട്ടാത്തതുപോലെ അവിടെ തിരഞ്ഞെടുത്ത് കൗൺസിലിലോട്ട് വിട്ടേക്കും. എന്നിട്ട് ഇയാളില്ലാതെ വലിയ ബന്ധപ്പാടാണ്. അങ്ങനെ അവസാനം ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഉള്ള ഒരിടപാട് ജയിൽ വാർഡനും ജയിൽ സൂപ്രണ്ടും എൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരു സൗകര്യം ഹൈക്കോടതി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നിർദ്ദേശിച്ചു. അങ്ങനെ ഹൈക്കോടതി നിർദ്ദേശാനുസരണം ഇന്ന് ഈ മഹാൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അയാൾക്ക് കഴിഞ്ഞ കൗൺസിൽ മീറ്റിങ്ങിൽ 2 എണ്ണത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. തുടർച്ചയായിട്ട് 3 മീറ്റിങ്ങിൽ പങ്കെടുത്തില്ലെങ്കിൽ ഇയാളെ മെമ്പർഷിപ്പ് നഷ്ടപ്പെടും, വീണ്ടും അയോഗ്യനായി പോവും, അത് സമയത്തെ അയോഗ്യനാവും. അങ്ങനെയാണ് വരേണ്ടത്. അതിനി BJP എന്ത് മാർഗം കണ്ടുപിടിക്കും എന്ന് നമുക്കറിയില്ല. കാരണം അവർക്ക് ഈ ഒരാൾ പോയി കഴിഞ്ഞാൽ അവരെ ഭൂരിപക്ഷം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് തിരുവനന്തപുരത്തെ ഭരണം പിടിച്ചു നിർത്താൻ. ഇനി തിരുവനന്തപുരത്തെ ഭരണം എന്നൊക്കെ പറഞ്ഞാൽ സകല പട്ടികളെയും പിടിച്ച് അകത്തിടും എന്നൊക്കെ പറഞ്ഞാണ് കയറിയത്. അതായത് തെരുവ് നായ്ക്കളുടെ ശല്യം മുഴുവൻ ഒഴിവാക്കാമെന്ന് പറഞ്ഞു. ഇവിടെയും പറഞ്ഞാൽ എറണാകുളം പറഞ്ഞതാ. ഇപ്പോൾ തിരുവനന്തപുരം ആയാലും എറണാകുളം ആയാലും തെരുവ് നായ്ക്കളുടെ കളിയാണ്. വളരെ ബുദ്ധിമുട്ടാണ് നടക്കാൻ. ഇന്നലെ ഞാൻ ഇവിടെ നടക്കാൻ പോയപ്പോൾ, ഞാനും വൈഫും കൊണ്ട് പോയപ്പോൾ എൻ്റെ കയ്യിൽ നല്ല ബലമുള്ള വടിയിരിപ്പുണ്ട്. അവിടെ അമേരിക്കൻ പോലീസൊക്കെ ഉപയോഗിക്കുന്ന വെപ്പണാണ് അത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് കൊണ്ട് ഞാൻ പോയപ്പം ഒരു മനുഷ്യൻ കാല് വയ്യാത്ത ഒരാൾ നടന്നു. ഈ ദൂരെ നിന്ന് ഞാൻ കാണാം. അത് കാല് വയ്യാത്ത ആളിനെ കണ്ടപ്പോൾ ഒരു പട്ടി നേരെ അങ്ങ് ചെല്ലുകയാണ്. അപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് അടുത്ത് ചെന്നു. എൻ്റെ ഈ വടി ഉള്ളതുകൊണ്ട് ഈ പട്ടിക്ക് നല്ല ബോധമുണ്ട് കേട്ടോ. ഇത് തിരിച്ചറിയാം. ഞാൻ ചെന്ന ഒരൊറ്റ കാരണം കൊണ്ട് പട്ടി ഞാൻ ഇവിടുത്തുകാരനൊന്നും അല്ല എന്നുള്ള രീതിയിൽ കൂടെ അതും പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് അപ്പുറത്തൂടെ പോയി. ഇതാണ് ഞാൻ പറഞ്ഞ ഈ ശല്യം ഒഴിവാക്കുക എന്ന് പറയുന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അവിടെ ഇവിടെ വി രാജാകൃഷ്ണനൊക്കെ പറഞ്ഞുകൊണ്ട് കയറിയത് കംപ്ലീറ്റ് തെരുവ് നായ്ക്കളുടെ ശല്യം ഇല്ലാതാക്കും, എല്ലാം റെഡിയാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പം തിരുവനന്തപുരത്ത് തെരുവ് നായ്ക്കളുടെ കൊണ്ട് പൊറുതിയും മുട്ടി ആർക്കും നടക്കാൻ വയ്യ. ആ രീതിയാണ്. ആർക്കും എങ്ങും പോകാൻ ഒക്കത്തില്ല. കണ്ടവനെയൊക്കെ എടുത്തിട്ട് കടിക്കുകയാണ്. ഒരു ശകലം അവശനാണെന്ന് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഈ തെരുവ് നായ പോയി ആക്രമിക്കും. ഇപ്പോൾ ഇതൊക്കെയാണ്. അത് ഞാൻ പറഞ്ഞത് അങ്ങ് പോട്ടെ. ഇപ്പോൾ എന്തായാലും ഈ സുഗതൻ ഇല്ലെങ്കിൽ ഇവർക്ക് ഭൂരിപക്ഷം കിട്ടത്തില്ല. അതുകൊണ്ട് സുഗതനെ എങ്ങനെയെങ്കിലും റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ ഏതായാലും സത്യപ്രതിജ്ഞ ചെയ്തു, അങ്ങനെ രക്ഷപ്പെട്ടു. ഇനി ഒരു കൗൺസിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാനെങ്കിലും അനുവാദം വാങ്ങിക്കണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. പിന്നെ അതിന് വേറെ എന്ത് മാർഗം ചെയ്യുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഏത് കുൽസിത മാർഗങ്ങളും ഭരണം പിടിച്ചു നിർത്താൻ അവർ ചെയ്യും. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.